ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ്. അപ്പോൾ ഇത് ടാറ്റയുടെ ടിയാഗോ ആണ്. ടിയാഗോൻ്റെ XZA+ 1.2 റിവോട്രോൺ എഞ്ചിനിൽ പുറത്തേക്ക് വന്നേക്കുന്ന വാഹനം. പിന്നെ ടാറ്റയുടെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ടാറ്റയുടെ എന്നല്ല, ഇപ്പോൾ AMT ട്രാൻസ്മിഷൻ വന്നേക്കണം. AMT വാഹനങ്ങളെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മൈലേജും കാര്യങ്ങളും തരുന്ന വാഹനങ്ങളാണ്. പ്രത്യേകിച്ച് ടാറ്റ ഞാൻ ഇതിന് മുമ്പ് ഓടിച്ചിട്ടുണ്ട്. എനിക്കൊരു വാഹനം ഉണ്ടായിരുന്നതാണ്. നല്ല മൈലേജും കാര്യങ്ങളും കിട്ടുന്നൊരു വാഹനം തന്നെയാണ് ടിയാഗോ XZA+. ഓക്കെ, അപ്പോൾ ഇത് 2019 മോഡലും 20 രജിസ്റ്റേർഡ് വന്നേക്കണം വാഹനം. 19 11 മാസം ഇതിൻ്റെ ഇത് മോഡൽ വന്നേക്കണം. 2020 1 മാസം രജിസ്റ്റർ ചെയ്ത വാഹനമാണ്. സിംഗിൾ ഓണർ വാഹനമാണ്. അതുകൂടെ തന്നെ പെട്രോൾ ഓപ്ഷനിൽ വന്നേക്കുന്ന വാഹനം കൂടിയാണ് കേട്ടോ. ഈ വാഹനം ഫുള്ളൊന്ന് കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത് ടാറ്റയുടെ ടിയാഗോ ആണ്. അപ്പോൾ ടിയാഗോനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ മാർക്കറ്റിൽ ഒരു എൻട്രി ലെവലിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നതും പ്രിഫർ ചെയ്യുന്നതും ഇപ്പോൾ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ടാറ്റയുടെ വാഹനങ്ങളൊന്നും ആൾക്കാർ വളരെ രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സൊക്കെ ചെന്നിട്ട് എന്താ പറയുക, ടാറ്റ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത് വേണ്ട, ബാക്കി എന്തൊക്കെയുണ്ട് എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു കുറച്ച് നാൾ മുമ്പ്, ഒരു 3 കൊല്ലം മുമ്പ് വരെ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ടാറ്റ എല്ലാവരുടെയും ആ ഒരു കൺസിഡറേഷൻ അതൊക്കെ കയറിയിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാനൊക്കെ എല്ലാവർക്കും താല്പര്യമുണ്ട്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കുന്നത് ടാറ്റ ടിയാഗോ XZA ഓട്ടോമാറ്റിക്കാണ്. XZA 1.2 റിവോട്രോൺ എഞ്ചിനിൽ വന്നിരിക്കുന്ന വാഹനമാണ്. 2019 മോഡൽ 11 മാസം ആണ് ഇതിൻ്റെ മേക്ക് വന്നേക്കണം. അതുകൂടാതെ തന്നെ രജിസ്ട്രേഷൻ നോക്കിയാൽ 2020 ആണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ വന്നേക്കണം. 2020 1 മാസമാണ് രജിസ്റ്റർ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ രജിസ്ട്രേഷൻ നോക്കുമ്പോൾ KL 44 ആണ് രജിസ്ട്രേഷൻ വന്നേക്കണം. സിംഗിൾ ഓണർ വാഹനമാണ്. പെട്രോൾ ഓപ്ഷനാണ്, പിന്നെ പറയേണ്ട ആവശ്യമില്ല. കിലോമീറ്റേഴ്സ് ലോ കിലോമീറ്ററാണ്. അത് ഞാൻ ഇൻറ്റീരിയർ കാണിക്കുമ്പോൾ എത്രയെന്ന് കാണിച്ചു തന്നേക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ വീൽ ആർച്ചും അതേപോലെ തന്നെ ടയറും കാര്യങ്ങളിലേക്ക് പോയേക്കാം. വീൽ ആർച്ചിലേക്ക് പോകാം കേട്ടോ. വീൽ ആർച്ചൊക്കെ വളരെ നീറ്റായിട്ട് ഇരിക്കുന്ന വീൽ ആർച്ച്. അതുപോലെ തന്നെ ടയേഴ്സ് നോക്കാം. അലോയ്സൊക്കെ നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന അലോയ്സ്. ടയറിൽ നല്ല ഗ്രിപ്പ് നിൽക്കുന്നുണ്ട്. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇപ്പോൾ XZA+ വാഹനങ്ങളുടെ പ്രത്യേകതയാണ് അതിൻ്റെ ആ ഒരു ഇൻഡിക്കേറ്റേഴ്സൊക്കെ ലോവറായിട്ടായിരിക്കും കൊടുത്തത്. ബാക്കി വാഹനങ്ങളിലൊക്കെ നമുക്ക് ഈ ഭാഗത്തായിട്ടായിരിക്കും ഇൻഡിക്കേറ്റേഴ്സ് വന്നേക്കണം. പക്ഷേ ഇതിൻ്റെ ലോവറിൽ വന്നേക്കണം. ഇനി നമുക്ക് ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സിലേക്ക് വരുമ്പോൾ ഇവിടെ ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ലോവർ ലിപ്പിലേക്ക് വരാം. ലോവർ ലിപ്പൊക്കെ നീറ്റായിട്ട് നിൽക്കുന്ന ലോവർ ലിപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. ഹെഡ് ലാംപ്സൊക്കെ നീറ്റായിട്ട് നിൽക്കുന്ന ഹെഡ് ലാംപ്സ്. അതുപോലെ തന്നെ ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സൊക്കെ ആ ഒരു പവർ ലൈൻസും കാര്യങ്ങളൊക്കെ ഡീസൻ്റായിട്ട് തന്നെ വന്നിരിക്കുന്നു. ഇനി നമുക്ക് സൈഡിലേക്ക് വരാം. ഇതിൻ്റെ വീലാർസും കാര്യങ്ങളും നോക്കാം. വീലാർസ് നോക്കുമ്പോൾ ഇവിടെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന വീലാർസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അലോയ്സ് നോക്കാം. അലോയ്സും നല്ല ഭംഗിയിൽ തന്നെ വൃത്തിയായിട്ടിരിക്കുന്ന അലോയ്സ്. സൈഡിലേക്ക് വരാം. ഇവിടെ മൗണ്ടറായിട്ട് വന്നേക്കണം ഒരു ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. 2 ഡോറ് നോക്കാം. 2 ഡോറും നീറ്റായിട്ട് തന്നെ ഇരിക്കണം, വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. ഇനി റണ്ണിങ് ബോർഡ് നോക്കാം. റണ്ണിങ് ബോർഡും നീറ്റായിട്ട് ഇരിക്കുന്ന റണ്ണിങ് ബോർഡ്സ്. വീലാർസ് ഇവിടെയും ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. ടയേഴ്സ് നോക്കാം. ടയേഴ്സ് നല്ല ഗ്രിപ്പിൽ തന്നെ ഇരിക്കുന്ന ടയേഴ്സ്, നല്ല വീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരാം. ഇവിടെ നമുക്ക് ടിയാഗോൻ്റെ ആ ഒരു സ്പോയിലേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ ഇവിടെ ഡീഫോഗറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡിക്കിയുടെ ഭാഗത്ത് ഇവിടെ നമുക്ക് ടിയാഗോൻ്റെ ബാറ്ററി XZA+ എന്ന് പറഞ്ഞ ആ ഒരു ബാറ്ററിയും കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സ് നോക്കാം. ബമ്പേഴ്സും ഇവിടെ നീറ്റായിട്ട് നിൽക്കുന്ന ബമ്പേഴ്സ് വിത്ത് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ. റൈറ്റ് സൈഡിലേക്ക് വരാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ 2 ഡോറും വൃത്തിയിൽ തന്നെ നീറ്റായിട്ട് നിൽക്കുന്ന ഡോർസ്. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഭംഗിയായിരിക്കുന്നു. ടയേഴ്സും ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഇത് നമുക്ക് ഡോറിന് ഓപ്പൺ ചെയ്യാം. ഇൻറ്റീരിയേഴ്സും പരിചയപ്പെട്ടേക്കാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 4 പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കാണാം. അതുകൂടാതെ തന്നെ ഇൻറ്റീരിയർ നോക്കാം. പുത്തൻ വാഹനം എങ്ങനെയാണോ ആ ഒരു ഇൻറ്റീരിയേഴ്സാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സീറ്റ്സൊക്കെ നീറ്റായിട്ട് നിൽക്കുന്ന സീറ്റ്സും നമുക്കിവിടെ കാണാം. ഇനി ഒന്ന് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ വരുമ്പോൾ ഇവിടെ നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ നമുക്ക് ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട്. ഇവിടെ എയർ ബാഗ് നമുക്കിവിടെ കാണാം. അതുകൂടാതെ തന്നെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റിയറിങ്ങിന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ കീ ഒന്ന് എടുക്കട്ടെ. കീ എടുത്തിട്ട് നമുക്കിതിൻ്റെ കിലോമീറ്റേഴ്സ് ഒന്ന് കാണിച്ചു തന്നേക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കീ വരുന്നേക്കാം. കീ ഒന്ന് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്യുമ്പോൾ 27,500 കിലോമീറ്ററാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ ഓടിക്കുന്നത്. ഡയൽസൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫുള്ള് ഡിജിറ്റലാണ് വന്നേക്കണം. അതേപോലെ ഇതിൻ്റെ സൗണ്ട് ഒന്ന് ഓർക്കട്ടെ. ഓക്കെ, പിന്നെ നമ്മുടെ AC കൺട്രോൾസ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ അതിൻ്റെ ഗിയർ നോബും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലാറ്റ്ഫോം കാര്യങ്ങൾ നോക്കാം. മാറ്റൊക്കെ ഭംഗിയിൽ തന്നെ ഇരിക്കുന്നു. ഫ്ലോറും കാര്യങ്ങളൊക്കെ നോക്കാം. അതുകൂടാതെ തന്നെ ഇവിടെയും ആ ഒരു മൾട്ടി കളറിൽ നമുക്ക് ഡോർ പാഡ്സും കൂടെ കാണാം. പിയാനോ ബ്ലാക്ക് ഫിനിഷ് പോലും ഡോർ ഹാൻഡിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു എല്ലായിടത്തും ഈ ഒരു ക്രോമിയം ലൈനിങ് വന്നിട്ടുണ്ട്. അവിടെ ആയാലും ഇവിടെ ആയാലും റൈറ്റ് സൈഡിലൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ സീറ്റ്സ് ഒന്ന് ക്ലോസ് ലുക്കിലേക്ക് പോയേക്കാം. സീറ്റ്സ് ഉണ്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റാണ്. അതേപോലെ തന്നെ ഇവിടെയും നോക്കാം. ഇവിടെയും ഭംഗിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. റൂഫ് നോക്കാം. റൂഫ് നീറ്റായിട്ട് ഇരിക്കുന്ന റൂഫ്, പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല.
ഓക്കെ, നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചതിന് ശേഷം വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡ് നോക്കിയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെയും പവർ വിൻഡോസിൻ്റെ കൺട്രോൾ ബട്ടൺ കാണാം. അവിടെ സീറ്റ്സ് നോക്കാം. സീറ്റ്സൊക്കെ നല്ല വൃത്തിയിൽ തന്നെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. ഹെഡ് റെസ്റ്റും കാര്യങ്ങളും കാണാം, ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നു. ലെഗ് റൂമും ന്യായമായിട്ടുള്ള ലെഗ് റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഇൻറ്റീരിയേഴ്സാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊന്ന് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബോണറ്റും അപ്പ് ചെയ്യാം. ബോണറ്റും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു എൻജിൻ ഭാഗം. അപ്പോൾ ടിയാഗോൻ്റെ എൻജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റിവോ ട്രോണിൽ വന്നിരിക്കുന്ന വാഹനമാണ്. അത് മാത്രമല്ല ഇതിൻ്റെ 2020 രജിസ്ട്രേഷൻ വന്നിരിക്കണം. അപ്പോൾ അന്ന് തുടങ്ങിയാണ് വാഹനം ഇപ്പോൾ നിരത്തിൽ ഇറങ്ങി തുടങ്ങിയത്. അപ്പോൾ കാര്യമായിട്ടുള്ള ഒരു ഓട്ടവും കാര്യങ്ങളൊന്നും നമുക്ക് കൂടെ പ്രതീക്ഷിക്കുന്നില്ല. അതുകൂടാതെ തന്നെ ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി നമുക്ക് കൂടെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. കണ്ടോ, എല്ലാ ഭാഗവും വിശദമായിട്ട് വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, വളരെ നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ആ ഒരു എൻജിൻ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആണോ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് നോക്കിയാൽ ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കാം. ഞാൻ അതിൻ്റെ കീ ഒന്ന് എടുക്കട്ടെ. കീ ഒന്ന് എടുക്കുകയാണ്. കീ എടുത്തിട്ട് നമുക്കിവിടെ ബൂട്ടും ചെക്ക് ചെയ്തേക്കാം. ഓക്കെ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടിയാഗോൻ്റെ ബൂട്ട് സ്പേസ്. ഭയങ്കര ആവശ്യമില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു നോർമൽ ഫാമിലിക്കൊക്കെ സുഖമായിട്ട് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാവുന്ന സ്പേസ് ഉണ്ട്. ഇവിടെ ടയറൊക്കെ അൺടച്ചഡാണ്. റൂം നോക്കാം. ഹലോ, റൂമൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്നു. അതേപോലെ ഇതിൻ്റെ ഹെഡ്ജ് ടു ഹെഡ്ജ് വ്യൂ നോക്കാം. എല്ലാ ഭാഗവും വിശദമായിട്ട് വളരെ സ്ലോയിലാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ, ഓക്കെ. അപ്പോൾ ഇതിലൊക്കെയായിരുന്നു ടിയാഗോൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്കിതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ടാറ്റ ടിയാഗോ റിവോ ട്രോൺ എഞ്ചിനിന് പുറത്തേക്ക് വന്നിരിക്കുന്ന 1.2 XA പ്ലസ് വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെയധികം ഡിമാൻഡുള്ള വാഹനം കൂടിയാണ് ഈ ടാറ്റയുടെ ടിയാഗോ എന്ന വാഹനം പൊതുവേ. അതുകൂടാതെ തന്നെ ഓട്ടോമാറ്റിക്കാണെങ്കിലും പറയാൻ വേണ്ട. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ID വാല്യൂ ഇതിന് 5.80 ഉണ്ട് കേട്ടോ. 5.80 lakhs ആണ് ഇതിൻ്റെ ID വാല്യൂ വെക്കുന്നത്. പിന്നെ സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ തന്നെ നമ്പറുണ്ട്, നമ്പറിനകത്തേക്ക് വിളിച്ചേക്കാം. നമ്മൾ സബ്സ്ക്രൈബ് എടുത്ത് വന്നേക്കാം. പിന്നെ എൻ്റെ വീഡിയോയിൽ കൂടിയാണ് നിങ്ങൾ വാഹനങ്ങൾ വാങ്ങിക്കണമെങ്കിൽ 500 rupees പെട്രോൾ ഡീസൽ അടിക്കാനുള്ള ഓപ്ഷൻ ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അത് മിസ്സാക്കേണ്ട. വാഹനം വാങ്ങിക്കുമ്പോൾ തന്നെ എന്നെ വിളിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു ടിയാഗോൻ്റെ വിശേഷം. ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 6.30 6.30 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. അത് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. നിങ്ങൾ വീഡിയോ താഴെ നമ്പറിനകത്തേക്ക് വിളിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. എത്രയും പെട്ടെന്ന് ഒരുപാട് വാഹനങ്ങൾ അതിനകത്തുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. ബൈ.